മധ്യകേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിലും കാവുകളിലും ഉത്സവകാലം ആരംഭിച്ചതോടെ ചെണ്ടകളുടെ നിർമ്മാണം സജീവമായി കഴിഞ്ഞു. ദേവീക്ഷേത്രത്തിലെ കുംഭകുട ഘോഷയാത്രയ്ക്കായി ഭക്തർ വഴിപാടായാണ് ചെണ്ട് തലയിലേറ്റി കുംഭകുടമാടുന്നത്. 25 അടിയിലേറെ പൊക്കമുള്ള ചെണ്ടുകളാണ് ഇതിനായി നിർമ്മിക്കുന്നത്. മധ്യകേരളത്തിലെ ദേവീക്ഷേത്രങ്ങളിൽ കുംഭഭരണി, മീനഭരണി നാളുകളിലാണ് കുംഭകുട ഘോഷയാത്ര നടക്കുന്നത്. ഭക്തർ വഴിപാടായി നടത്തുന്ന കുംഭകുട ഘോഷയാത്രയിലെ പ്രധാന ആകർഷണം ഇത്തരം ചെണ്ടുകളാണ്. വിവിധ വർണ്ണങ്ങളിൽ 20 മുതൽ 25 അടി വരെ പൊക്കമുള്ള ചെണ്ടുകളാണ് ഉണ്ടാക്കുന്നത്. മുൻകാലങ്ങളിൽ 40 അടിക്ക് മുകളിൽ പൊക്കമുള്ള ചെണ്ടുകൾ വരെ ഇവർ നിർമ്മിച്ചിരുന്നു. കലാവിരുതും കൈത്തഴക്കവും മാത്രമല്ല, ഭക്തരുടെ ഒരുമയോടെയുള്ള ആത്മസമർപ്പണം കൂടിയാണ് ചെണ്ട് നിർമ്മാണം. 1 മാസത്തിലധികം വരുന്ന പ്രയത്നമാണ് ചെണ്ട് നിർമ്മാണത്തിന് വേണ്ടി വരുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ തന്നെയാണ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. ഈർക്കിലിയാണ് ഇതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഈർക്കിലി പുഴുങ്ങി മഞ്ഞളൊക്കെ ഇട്ട് വെള്ളത്തിയിട്ട് ഒരു 3-4 മണിക്കൂർ ഈർക്കിലി പുഴുങ്ങിയിട്ടാണ് ഈ സംഭവം. പിന്നെ റൗണ്ട് ചെയ്ത് പൂ കട്ട് ചെയ്ത് വെട്ടി ഇതുപോലെ ഗിൽറ്റൊക്കെ സെറ്റ് ചെയ്ത് പൂ ഉണ്ടാക്കുകയാണ്. അതൊരു ഏകദേശം ഒരു 10,600 പൂ വേണ്ടി വരും. അപ്പോൾ ഞങ്ങളൊരു 10-40 പേരുണ്ട്. 10-40 ഒരു മാസം കഷ്ടപ്പാടാണിത് ഇതുണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് നിലയിട്ട് പൂവുണ്ടാക്കി നിലയിട്ട് സെറ്റ് ചെയ്ത് ഇതുപോലെ കെട്ടുക, മേളിൽ നിന്ന് കെട്ടി ഇറങ്ങുക. 40 നില. കമുകിന്റെ കാതൽ, തെങ്ങിന്റെ ഈർക്കിലി, ചാക്കുനൂല്, വർണ്ണക്കടലാസുകൾ, ഗിൽറ്റ് പേപ്പറുകൾ എന്നിവ ഉപയോഗിച്ചാണ് പൂക്കൾ നിർമ്മിക്കുന്നത്. 25 അടി പൊക്കമുള്ള ചെണ്ടിനായി 1000-ലധികം പൂക്കൾ വേണ്ടിവരും. നീളമുള്ള ചെണ്ടിന്റെ കീഴറ്റം ചെമ്പുകുടത്തിൽ ഉറപ്പിച്ച ശേഷം ചെണ്ട് തലയിലേറ്റി വാദ്യമേളത്തിനനുസരിച്ച് തുള്ളും. ഭക്തി നിർഭരമായ കുംഭകുട ചടങ്ങ് കാണാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഈ ദിവസം ക്ഷേത്രങ്ങളിലെത്തുക. അമൃത ന്യൂസ്, കോട്ടയം.